എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ ഇതിന് ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൊടുക്കും. അതുപോലെ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് അവനൊന്നും വേണമെന്നില്ല. സാധാരണ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ ഒന്ന് പുറത്തെടുത്ത് നോർമലാക്കിയതിന് ശേഷം മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാനായിട്ടാണ്. അതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് ബീറ്ററൊന്നും വേണമെന്നില്ല. നമ്മുടെ തടിത്തവിയോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ട എത്രയും നല്ല ക്രീമി ആകുമോ അത്രയും നല്ലതാണ്. മുട്ട ഒരുപാട് ബീറ്റ് ആക്കാത്തപ്പോഴാണ് മുട്ടയുടെ സ്മെല്ലൊക്കെ കേക്കിൽ വരുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർക്കണം എന്നില്ല, 1/4 കപ്പ് ചേർത്താൽ മതി. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ആ പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ ബീറ്റ് ചെയ്യണം. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ബീറ്റായി കിട്ടും. ഹൈ സ്പീഡിലിട്ടാണ് നമ്മളിവിടെ ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ പഞ്ചസാരയും മുട്ടയും വാനില എസൻസും കൂടെ നമ്മൾ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ കനോള ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്കിനി ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബട്ടറിന് പകരം നെയ്യും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ച് ചേർക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കണം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ്. ഏത് ഫ്ലേവറിലുള്ളതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മാംഗോ ഫ്ലേവറിലുള്ളതാണ്. ഇത് മിക്സാക്കി കഴിയുമ്പോഴാണ് അതിൻ്റെ കളറൊക്കെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ മിക്സാക്കി കഴിയുമ്പോൾ കേക്കിൻ്റെ ബാറ്ററിന് ഒരു മഞ്ഞ കളറാണ് വരുന്നത്. ഇനി കസ്റ്റർഡ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി അതും നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ഇനി പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ചേർക്കാം. ഇത് തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു 8 ഇഞ്ചിൻ്റെ പാനിൽ ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഓയിൽ തടവിയിട്ട് കുറച്ച് മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുക്കാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിൽ നിന്നും ഇളകി വരില്ല. അപ്പോൾ നമുക്ക് ബാറ്റർ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് തട്ടിയിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കളയുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ഉണക്ക മുന്തിരിങ്ങ അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിത് അവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ റാക്കിലായിട്ട് നമ്മൾ കേക്കിൻ്റെ ടിൻ വെച്ച് കൊടുത്തിട്ട് 2 കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 170 ഡിഗ്രി സെൽഷ്യസ് 40 മിനിറ്റാണ് നമ്മളിവിടെ ആദ്യം സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യാം. ഓരോ അവൻ്റെ ടെമ്പറേച്ചറും സെറ്റിങ്സും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് കൂടുതൽ സമയം ബേക്ക് ചെയ്യണമെങ്കിൽ ബേക്ക് ചെയ്യാം. നമ്മളിവിടെ ഒരു 45 മിനിറ്റ് എടുത്ത് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് അവനല്ലാതെ സാധാരണ പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സോസ് പാനിൽ ബേക്ക് ചെയ്യാം. നിങ്ങൾ അല്ലാത്ത രീതികളൊക്കെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഇതും ചെയ്തെടുക്കാവുന്നതാണ്. സൈഡിൽ നിന്നുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ ഫ്ലേവർ അനുസരിച്ചിട്ട് ആയിരിക്കും ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് വരിക. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ഉണ്ടാക്കണം നിർബന്ധമില്ല. സ്ക്വയറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ലോഫിലോ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് ഒരാഴ്ചയ്ക്ക് മേലെ ഒക്കെ
കേടുകൂടാതെ ഇരിക്കും. നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ വെള്ളമയം ഒന്നും പാടില്ല. അതുപോലെ തന്നെ ഇത് എയർ ടൈറ്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരാഴ്ചയ്ക്ക് മേലെ ഇരിക്കുന്നൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്